ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ തൊഴിൽ വാർത്തയിൽ വന്ന സെക്രട്ടേറിയറ്റ് OAയുടെ ഒരു മോഡൽ എക്സാമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ PDF ടെലഗ്രാം ചാനലിലുണ്ട്. ടെലഗ്രാം ചാനലിൽ എല്ലാ ദിവസവും 2 മണി മുതൽ 3:15 വരെ ലൈവ് എക്സാമും ഉണ്ട്. ടെലഗ്രാം ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 1. ഏത് രാജ്യത്ത് ആദ്യത്തെ കോളനികൾ സ്ഥാപിച്ചവരാണ് തീർത്ഥാടക പിതാക്കൾ എന്ന് അറിയപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ ബി, അമേരിക്ക. അപ്പോൾ ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് 17-ാം നൂറ്റാണ്ടിൽ മേഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാർ ആണ് അവിടെ ആദ്യമായിട്ട് കോളനികൾ സ്ഥാപിച്ചത്. ഇവരാണ് തീർത്ഥാടക പിതാക്കൾ എന്ന് അറിയപ്പെട്ടത്. അപ്പോൾ അവർ വന്ന കപ്പൽ ഏതാണ്? മേഫ്ലവർ. 2. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ഊർജം പകർന്ന കോമൺ സെൻസ് എന്ന ലഘുലേഖ തയ്യാറാക്കിയത് ആര്? ആൻസർ ഓപ്ഷൻ സി, തോമസ് പെയിൻ. കോണ്ടിനെൻ്റൽ സൈന്യത്തിൻ്റെ തലവൻ ആരാണ്? ജോർജ് വാഷിങ്ടൺ ആയിരുന്നു. കോണ്ടിനെൻ്റൽ സൈന്യത്തിൻ്റെ തലവൻ ആരായിരുന്നു? ജോർജ് വാഷിങ്ടൺ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടന്നതെന്നാണ്? 1776 ജൂലൈ 4-ലാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടന്നത്. 1776 ജൂലൈ 4 അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. പാരീസ് ഉടമ്പടി നടന്നതെന്നാണ്? 1783-ലാണ് പാരീസ് ഉടമ്പടി നടന്നത്. 3. കോൺഗ്രസിൻ്റെ രൂപവൽക്കരണ സമ്മേളനത്തിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എത്ര പ്രതിനിധികൾ പങ്കെടുത്തു? ആൻസർ ഓപ്ഷൻ എ, 72. 4. ചുവടെ പറയുന്നവയിൽ ഡോക്ടർ DS കോത്താരി കമ്മീഷൻ്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി, UGC രൂപവൽക്കരണം. കോത്താരി കമ്മീഷൻ ഏതൊക്കെയാണ്? 10+2+3 മാതൃകയിലാണ് കോത്താരി കമ്മീഷൻ. പിന്നീട് സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം വേണം. മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. ഇതൊക്കെയാണ് കോത്താരി കമ്മീഷൻ്റെ ശുപാർശകൾ. അപ്പോൾ UGC രൂപവൽക്കരണം ഏത് കമ്മീഷൻ്റെയാണ്? ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ്റെയാണ് UGC രൂപവൽക്കരണം. 5. 1921 ഏപ്രിൽ 23-ന് ഒറ്റപ്പാലത്ത് ആരംഭിച്ച 1-ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി, T. പ്രകാശം. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ആരാണ്? T. പ്രകാശമാണ്. 6. ഭൗമോപരിതലത്തിലെ ജലത്തെ ഉൾക്കൊള്ളുന്ന ഏതാനും ഘടകങ്ങൾ ചുവടെ നൽകുന്നു. സമുദ്രങ്ങൾ, ഹിമപാളികളും ഹിമാനികളും, ഭൂഗർഭജലം, തടാകങ്ങൾ. കൂടുതൽ ജലം ഉൾക്കൊള്ളുന്നവയിൽ നിന്ന് കുറഞ്ഞതിലേക്ക് എന്നുള്ള ശരിയായ ക്രമമേത്? ആൻസർ ഓപ്ഷൻ ബി, 1, 2, 3, 4. ഏതാണ്? സമുദ്രങ്ങൾ, ഹിമപാളികളും ഹിമാനികളും, ഭൂഗർഭജലം, തടാകങ്ങൾ. 7. ഒരു തിരാശിഖരത്തിനും തിരാതടത്തിനുമിടയിലെ ലംബ ദൂരമേത്? ആൻസർ ഓപ്ഷൻ എ, തിരോന്നതി. 8. സ്വയം ഉഴുതുമറിക്കൽ പ്രക്രിയയ്ക്ക് വിധേയമാകുന്ന ഇന്ത്യയിലെ മണ്ണിനം ഏത്? ആൻസർ ഓപ്ഷൻ ഡി, കറുത്ത മണ്ണ്. 9. പ്രോജക്റ്റ് എലിഫന്റ് പദ്ധതി നിലവിൽ വന്ന വർഷം ഏത്? ആൻസർ ഓപ്ഷൻ എ, 1992. അപ്പോൾ പ്രോജക്റ്റ് ടൈഗർ നിലവിൽ വന്ന എന്നാണ്? 1973-ലാണ് പ്രോജക്റ്റ് ടൈഗർ പദ്ധതി നിലവിൽ വന്നത്. പ്രോജക്റ്റ് എലിഫന്റ് 1992, പ്രോജക്റ്റ് ടൈഗർ 1973. 10. തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ആൻസർ ഓപ്ഷൻ സി, എറണാകുളം. 11. ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ഡി, 1-ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണ സമയത്ത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു റിസർവ് ബാങ്ക് ഗവർണർ.
ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണ സമയത്ത് ആരായിരുന്നു റിസർവ് ബാങ്ക് ഗവർണർ? LK ജായ ആയിരുന്നു. 12. സാധാരണക്കാർക്ക് പ്രത്യേകിച്ചും ഗ്രാമീണർക്ക് സാമ്പത്തിക സഹായം നൽകുക എന്നത് ഏത് സ്ഥാപനത്തിൻ്റെ ലക്ഷ്യമാണ്? ആൻസർ ഓപ്ഷൻ സി, സഹകരണ ബാങ്കുകൾ. 13. സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വയാശ്രയത്വം എന്നിവ മുഖ്യ ലക്ഷ്യങ്ങളായിരുന്ന പഞ്ചവത്സര പദ്ധതി? ആൻസർ ഓപ്ഷൻ സി, 4ാം പദ്ധതി. 14. ചുവടെ പറയുന്നവയിൽ സമ്പദ് വ്യവസ്ഥയുടെ തൃതീയ മേഖലയിലെ പ്രവർത്തനമല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ബി, വൈദ്യുതോൽപാദനം. 15. ഇന്ത്യയിലെ ആദ്യത്തെ ധനതത്വശാസ്ത്ര ചിന്തകൻ എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ സി, ദാദാഭായ് നവറോജി. 16. ബജറ്റ് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? ആൻസർ ഓപ്ഷൻ ഡി, അനുച്ഛേദം 112. ബജറ്റ് ഏത് അനുച്ഛേദത്തിലാണുള്ളത്? 112. 17. എന്തൊക്കെ ചേരുന്നതാണ് ഇന്ത്യൻ പാർലമെന്റ്? ആൻസർ ഓപ്ഷൻ സി, രാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ. 18. പാർലമെന്റിന്റെ 2 സമ്മേളനങ്ങൾക്കിടയിലെ പരമാവധി ഇടവേള എത്ര? ആൻസർ ഓപ്ഷൻ ഡി, 6 മാസം. 19. കൂറുമാറ്റ നിരോധന നിയമം പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ പട്ടിക ഏത്? ആൻസർ ഓപ്ഷൻ ബി, 10ാം പട്ടിക. 20. ബഹുമതികൾ അഥവാ പദവികൾ നിരോധിക്കുന്നത് ഏത് മൗലിക അവകാശത്തിൻ്റെ ഭാഗമാണ്? ആൻസർ ഓപ്ഷൻ ബി, സമത്വത്തിനുള്ള അവകാശം. 21. 2025 പത്മ പുരസ്കാരം ലഭിച്ച മലയാളികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? ആൻസർ ഓപ്ഷൻ ബി, മരണാനന്തര ബഹുമതിയായാണ് MD വാസുദേവൻ നായർക്ക് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചത്. 22. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ ടെന്നീസ് കിരീടം നേടിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, മാഡിസൺ കെയ്സ്. 23. ലോക വനിതാ റാപ്പിഡ് ചെസ് കിരീടം നേടിയ താരം? ആൻസർ ഓപ്ഷൻ സി, കൊനേരു ഹംപി. 24. ബുണ്ടസ്ടാഗ് ഏത് രാജ്യത്തെ പാർലമെന്റാണ്? ആൻസർ ഓപ്ഷൻ ബി, ബുണ്ടസ്ടാഗ് എന്ന് പറയുന്നത് ജർമ്മനിയുടെ പാർലമെന്റാണ്. ഇസ്രായേലിൻ്റെ പാർലമെന്റ് നെസറ്റ്. ഇസ്രായേലിൻ്റെ പാർലമെന്റ് നെസറ്റ് നേരത്തെ ചോദിച്ചിട്ടുണ്ട്. 25. ഏത് മുൻ ക്രിക്കറ്റ് താരത്തോടുള്ള ആദരസൂചകമായാണ് കാസർഗോഡ് ജില്ലയിലെ നെല്ലിക്കുന്ന് ബീച്ച് റോഡിന് ആ കായിക താരത്തിൻ്റെ പേര് നൽകിയത്? ആൻസർ ഓപ്ഷൻ ഡി, സുനിൽ ഗവാസ്കർ. 26. 2025 ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി, 12 ടീമുകളായിരുന്നു ടൂർണമെൻറ്റിൻ്റെ ഭാഗമായത്. അപ്പോൾ എത്ര ടീമായിരുന്നു ഉണ്ടായിരുന്നത്? 8 ടീമായിരുന്നു ടൂർണമെൻറ്റിൽ ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ജേതാക്കളാരാണ്? ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ഇന്ത്യയാണ്. 27. ഇന്ത്യയും ഏത് രാജ്യവുമായുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ഖൻജാർ? ആൻസർ ഓപ്ഷൻ ബി, കിർഗിസ്ഥാൻ. 28. 2024 ക്ലാസിക്കൽ പദവി നേടിയ ഇന്ത്യൻ ഭാഷകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി, പാലി, മറാഠി, ആസാമീസ്, പ്രാകൃത്, ബംഗാളി. 29. വേൾഡ് ഫുഡ് ഇന്ത്യ 2024 വേദിയായ നഗരം? ആൻസർ ഓപ്ഷൻ ബി, ന്യൂഡൽഹി. 30. പെഞ്ച് ടൈഗർ റിസർവിൻ്റെ കൂടുതൽ ഭാഗം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ സി, മധ്യപ്രദേശ്. 31. വനധാര വന്യജീവി പുനരധിവാസ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ, ഗുജറാത്ത്. 32. വരയാടിനെ നീലഗിരി താർ സംരക്ഷിക്കാൻ പ്രോജക്റ്റ് നീലഗിരി താർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏത്? ആൻസർ ഓപ്ഷൻ എ, തമിഴ്നാട്. 33. കേരളത്തിലെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്കായി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പ്? ആൻസർ ഓപ്ഷൻ സി, വിദ്യാവാഹൻ. 34. എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല ഏത്? ആൻസർ ഓപ്ഷൻ എ, വയനാട്. 35.
2025 ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യ മുൻ വർഷത്തേക്കാൾ 8 സ്ഥാനം മെച്ചപ്പെടുത്തി 118-ാം റാങ്കിലെത്തി. ഈ സൂചികയിൽ എത്ര രാജ്യങ്ങളെയാണ് പഠനത്തിനായി തിരഞ്ഞെടുത്തത്? ആൻസർ ഓപ്ഷൻ സി 147. 36. ചിന്തകൾ കൊണ്ട് കമ്പ്യൂട്ടറുകളെ നിയന്ത്രിക്കുന്നതിനായി മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തിയ ഇലോൺ മസ്കിൻ്റെ കമ്പനി? ആൻസർ ഓപ്ഷൻ ഡി ന്യൂറോലിങ്ക് കോർപ്പറേഷൻ. 37. 2025 ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ്? ആൻസർ ഓപ്ഷൻ എ KP ശങ്കരൻ. 38. 97ാമത് ഓസ്കാറിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയത്? ആൻസർ ഓപ്ഷൻ സി അനോറ. 39. പ്രഥമ നദീ ഡോൾഫിനുകളുടെ സർവേയിൽ ഏറ്റവും അധികം ഡോൾഫിനുകൾ ഉള്ളത് ഏത് സംസ്ഥാനത്താണ്? ആൻസർ ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്. 40. വേഗത്തിൽ 14,000 റൺസ് നേടുന്ന ക്രിക്കറ്റ് താരമെന്ന നേട്ടം സ്വന്തമാക്കിയ വിരാട് കോഹ്ലി ഈ ഇനത്തിൽ ഏത് താരത്തിൻ്റെ റെക്കോർഡാണ് മറികടന്നത്? ആൻസർ ഓപ്ഷൻ സി സച്ചിൻ ടെണ്ടുൽക്കർ. 41. ചുവടെ പറയുന്നവയിൽ ദുരന്ത പൂർവ്വ നിവാരണം എന്ന ഇനത്തിൽ ഉൾപ്പെടുന്നതേത്? ആൻസർ ഓപ്ഷൻ എ ദുർബല പ്രദേശങ്ങളുടെ ഭൂപട നിർമ്മാണം. 42. വിവിധ സർക്കാർ വകുപ്പുകൾ നൽകുന്ന സേവനങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന തരത്തിലുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ഏത്? ആൻസർ ഓപ്ഷൻ സി സെക്വാൻ. 43. ജില്ലാ പദ്ധതികളും സംസ്ഥാന പദ്ധതികളും ഏകോപിപ്പിക്കുക ഏത് സംവിധാനത്തിൻ്റെ ചുമതലയാണ്? ആൻസർ ഓപ്ഷൻ എ സംസ്ഥാന വികസന കൗൺസിൽ. 44. ലൈഫ് പദ്ധതിയുടെ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത് ആര്? ആൻസർ ഓപ്ഷൻ സി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. 45. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏതിനം സ്ഥാപനത്തിന് ഉദാഹരണമാണ്? ആൻസർ ഓപ്ഷൻ ബി ഭരണഘടനാപരമായ സ്ഥാപനം. 46. ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ബി നിപ. 47. ശ്വാസകോശ രോഗങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി 1ഉം 2ഉം മാത്രം. ഏതൊക്കെയാണ്? ബ്രോങ്കൈറ്റിസും എംഫിസിമയും. 48. ചുവടെ പറയുന്നവയിൽ പാരമ്പര്യ രോഗം അല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി സിലിക്കോസിസ്. 49. അത്ലറ്റ്സ് ഫുഡ് എന്ന രോഗം പകരുന്ന പ്രധാന രീതി ഏത്? ആൻസർ ഓപ്ഷൻ ഡി മലിനജലം, മണ്ണ് എന്നിവയുടെ സമ്പർക്കത്തിലൂടെ. 50. നിപ വൈറസിൻ്റെ വാഹകരായ ജീവികൾ ഏത്? ആൻസർ ഓപ്ഷൻ സി പഴന്തീനി വവ്വാലുകൾ. 51. സ്പോട്ടഡ് ഫീവർ എന്ന രോഗത്തിന് കാരണമായ രോഗാണു ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ എ ബാക്ടീരിയ. 52. ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആൽക്കലികളുടെ നിർമ്മാണത്തിന് മാത്രമാണ് ഉഭയദിശാ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അത് തെറ്റാണ്. 53. അമോണിയ നിർമ്മാണത്തിലെ ഉൾപ്രേരകം ഏത്? ആൻസർ ഓപ്ഷൻ എ സ്പോഞ്ചി അയൺ. 54. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ആൻസർ ഓപ്ഷൻ ഡി സിങ്ക്. 55. ഇന്ന് നാം ഉപയോഗിക്കുന്ന പ്രധാന ഊർജ സ്രോതസ്സുകളെല്ലാം ഒരർത്ഥത്തിൽ സൗരോർജ്ജത്തിൽ നിന്നുള്ളതാണ്. സൗരോർജ്ജത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി ന്യൂക്ലിയർ ഊർജം. 56. കൃത്രിമ ഉപഗ്രഹങ്ങളുടെ ഊർജ ആവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നത് എന്ത്? ആൻസർ ഓപ്ഷൻ ബി സോളാർ പാനലുകൾ. 57. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് അഥവാ CNGയിലെ പ്രധാന ഘടകമേത്? ആൻസർ ഓപ്ഷൻ സി മീഥെയ്ൻ. 58. ലോകമാകെ വ്യാപിച്ചു കിടക്കുന്ന മഹാകമ്പ്യൂട്ടർ ശൃംഖലയെയും അവ നൽകുന്ന വിവിധങ്ങളായ സൗകര്യങ്ങളെയും പൊതുവായി എങ്ങനെ വിളിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി ഇൻ്റർനെറ്റ്. 59. വെബ്സൈറ്റുകളുടെ പേരിൻ്റെ ആദ്യമുള്ള www എന്നതിൻ്റെ മുഴുവൻ പേര് എന്ത്? ആൻസർ ഓപ്ഷൻ ഡി
വേൾഡ് വൈഡ് വെബ്. 60. ഇന്ത്യയിൽ IT നിയമം നിലവിൽ വന്നതെന്ന്? ആൻസർ ഓപ്ഷൻ എ 2000 ഒക്ടോബർ 17. 61. ഇന്ത്യയിൽ വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷമേത്? ആൻസർ ഓപ്ഷൻ എ 1972 സെപ്റ്റംബർ. 62. 1961 സ്ത്രീധന നിരോധന നിയമപ്രകാരം സ്ത്രീധനം ആവശ്യപ്പെടുന്നതിനുള്ള ശിക്ഷ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി 2 വർഷം വരെ തടവും 10,000 രൂപ വരെ പിഴയും. 63. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിവരാവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ എ വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005. 64. എല്ലാ പൗരന്മാർക്കും വിവരാവകാശം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പ്രഖ്യാപിക്കുന്ന വിവരാവകാശ നിയമത്തിലെ വകുപ്പ് ഏത്? ആൻസർ ഓപ്ഷൻ ബി വകുപ്പ് 3. 65. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം? ആൻസർ ഓപ്ഷൻ സി 1955. 66. രാമനാട്ടത്തെ പരിഷ്കരിച്ച് രൂപം നൽകിയ കലാരൂപം ഏത്? ആൻസർ ഓപ്ഷൻ ബി കഥകളി. 67. മലയാളത്തിലെ ശാകുന്തളം എന്നറിയപ്പെടുന്ന ആട്ടക്കഥ ഏത്? ആൻസർ ഓപ്ഷൻ ഡി നളചരിതം. 68. ഗുരുകുല സമ്പ്രദായത്തിൽ അധ്യയനം നടക്കുന്ന സ്ഥാപനത്തിന് ഉദാഹരണം ഏത്? ആൻസർ ഓപ്ഷൻ സി കേരള കലാമണ്ഡലം. 69. ചുവടെ പറയുന്നവയിൽ ക്രിക്കറ്റുമായി ബന്ധമില്ലാത്ത ടൂർണമെൻ്റ് ഏത്? ആൻസർ ഓപ്ഷൻ ഡി ബെയ്റ്റൺ കപ്പ്. അപ്പം ബെയ്റ്റൺ കപ്പ് ഏത് കളിയാണ്? ഹോക്കിയുമായിട്ട് ബന്ധപ്പെട്ടയാണ് ബെയ്റ്റൺ കപ്പ്. 70. ഖേൽ രത്ന പുരസ്കാരത്തെ മേജർ ധ്യാൻ ചന്ദിൻ്റെ പേരിൽ നാമകരണം ചെയ്ത വർഷമേത്? ആൻസർ ഓപ്ഷൻ എ 2021 ഓഗസ്റ്റ്. 71. 8/60 ഒറ്റയുടെ സ്ഥാനത്തെ അക്കം? 8/60 ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 8/60 നമുക്കൊന്ന് ചെറുതാക്കിയെടുക്കാം. 2/3 എന്ന് പറഞ്ഞാൽ എന്താണ്? 8 ആണ്. അപ്പോൾ 8 എന്ന് പറഞ്ഞാലും 2/3 എന്ന് പറഞ്ഞാലും തുല്യം തന്നെയാണ്. 2 × 2 × 2 8. അപ്പോൾ 8/60 എന്ന് പറയുമ്പം 2/3/60. ഇതിനെങ്ങനെ എഴുതുന്നത്? 60 × 3 18. 180. 60 × 3 180. 2/180. അപ്പോൾ 8/60 എന്ന് പറയുന്നതും 2/180 എന്ന് പറയുന്നതും തുല്യം തന്നെയാണ്. 8/60 2/180 തുല്യമാണ്. അപ്പം 2ൻ്റെ കൃതിയായ 180 4ൻ്റെ ഗുണിതമാണ്. അപ്പം 2ൻ്റെ കൃതിയായ 180 എന്ന് പറയുന്നത് 4ൻ്റെ ഒരു ഗുണിതമാണ്. അതുകൊണ്ട് അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്തായിരിക്കും? 6 ആയിരിക്കും. ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 6 ആയിരിക്കും. ആൻസർ ഓപ്ഷൻ എ. നമുക്ക് വേറൊരു കണക്ക് ചെയ്ത് നോക്കാം. 8/4. അപ്പോൾ ഇതിനെ 2ൻ്റെ ആയിട്ട് എങ്ങനെ എഴുതാം? 2/3 ആണ് 8/4. 3 12. അപ്പോൾ 2/12 എന്ന് എഴുതാം. അപ്പോൾ 2/12 എന്ന് പറയുന്നത് 4086 ആണ്. 4086 ആണ് 2/12. 2 × 2 × 2 ഒന്ന് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ 8 × 8 × 8 4 പ്രാവശ്യം ഗുണിച്ചാലും ആൻസർ ഏതാ കിട്ടുന്നത്? 4086. അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്താണ്? 6. അടുത്ത ക്വസ്റ്റ്യൻ 72. ഒരു ട്രെയിൻ 50 മിനിറ്റ് കൊണ്ട് 48 km/h വേഗത്തിൽ സഞ്ചരിച്ചു. സമയം കുറച്ച് 40 മിനിറ്റ് കൊണ്ട് ഇത്രയും ദൂരം സഞ്ചരിക്കണമെങ്കിൽ വേഗം എത്രയായിരിക്കും? അപ്പോൾ ഈ കണക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു ട്രെയിൻ 50 മിനിറ്റ് കൊണ്ട് 48 km/h ദൂരത്തിൽ സഞ്ചരിച്ചു. വേഗത്തിൽ സഞ്ചരിച്ചു. എത്രയോ ദൂരം? ആ ദൂരം അവിടെ പറയുന്നില്ല. അപ്പോൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ദൂരമാണ്.
അപ്പോൾ ആ ദൂരത്ത് 40 മിനിറ്റ് കൊണ്ട് എത്താൻ അതിൻ്റെ വേഗം എത്രയായിരിക്കണം എന്ന് രണ്ടാമത് കണ്ടുപിടിക്കണം. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഡിസ്റ്റൻസ് അഥവാ ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ദൂരം കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ്? വേഗത ഇൻറ്റു സമയം. വേഗത ഇൻറ്റു സമയം. വേഗത്തിനെ സമയം കൊണ്ട് ഗുണിച്ചാൽ ദൂരം കിട്ടും. അപ്പോൾ അതാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പം എഴുതാം ഇങ്ങോട്ട്. വേഗത എത്രയാണ് പറഞ്ഞേക്കുന്നത്? 48 km/h ആണ് വേഗത പറഞ്ഞിരിക്കുന്നത്. പിന്നീട് എന്താ പറയുക? സമയം എത്രയാ? സമയം 50 മിനിറ്റാണ്. 50 മിനിറ്റാണ് സമയം പറഞ്ഞിരിക്കുന്നത്. വേഗത എത്രയാ? 48 km/h ആണ്. സമയം 50 മിനിറ്റ്. അപ്പോൾ ഇത് km/h ആണ്, ഇവിടെ മിനിറ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ km/hനെ മീറ്റർ/മിനിറ്റിലോട്ട് മാറ്റണം. എങ്ങനെയാണ് മാറ്റുന്നത്? 48നെ 16.667 കൊണ്ട് ഗുണിച്ചാൽ മതി. km/hനെ മീറ്റർ/മിനിറ്റിലോട്ട് മാറ്റുന്നതിന് 16.667 കൊണ്ട് ഗുണിക്കണം. km/hനെ മീറ്റർ/മിനിറ്റിലോട്ട് മാറ്റുന്നതിന് എന്ത് ചെയ്യണം? 16.667 കൊണ്ട് ഗുണിക്കണം. ഇതിനെ ഗുണിക്കുമ്പം എത്ര കിട്ടും? ഇവിടെ 800 മീറ്റർ/മിനിറ്റ് എന്ന് കിട്ടും. 800 മീറ്റർ/മിനിറ്റ് എന്ന് കിട്ടും. അപ്പോൾ ഇത് രണ്ടും മിനിറ്റിലായി. ഇനി എന്താ ചെയ്യേണ്ടത്? ദൂരം കണ്ടുപിടിക്കാൻ എന്താ? ദൂരം = സമയം ഇൻറ്റു വേഗത. 50 × 800 എത്ര കിട്ടി? 40,000 എന്ന് കിട്ടി. മീറ്റർ എന്ന് കിട്ടി. 40,000 മീറ്റർ. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇനി കണ്ടുപിടിക്കേണ്ടത് ഈ 40,000 മീറ്റർ 40 മിനിറ്റ് കൊണ്ട് പോവാൻ എത്ര km/h ഇത് ഓടണം? അതിൻ്റെ വേഗതയാണ് കണ്ടുപിടിക്കേണ്ടത്. അടുത്തത് വേഗതയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വേഗത = എങ്ങോട്ട് എഴുതാം? വേഗത = ദൂരം / സമയം. ദൂരം / സമയമാണ് വേഗത. ദൂരം എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 40,000. സമയം 40 അല്ലേ? 40 മിനിറ്റ് കൊണ്ട് എത്ര കിലോമീറ്റർ വേഗതയിലാണ് പോകുന്നത് എന്നാണല്ലോ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര കിട്ടും? 1000 മീറ്റർ/മിനിറ്റ് എന്ന് കിട്ടി. 1000 മീറ്റർ/മിനിറ്റ് എന്ന് കിട്ടി. ഇനി 1000 മീറ്റർ/മിനിറ്റിനെ എന്താക്കണം? km/h. എത്ര km/h എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1000 മീറ്റർ/മിനിറ്റിനെ km/h ആക്കാൻ എന്ത് ചെയ്യണം? 1000നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 16.667 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 16.667 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ കിട്ടുന്നത് 60 km/h എന്നാണ്. എത്രയേ ഉള്ളൂ. ഈ കണക്ക് നോക്കി വെച്ചേക്കണം. ഇതുവരെ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ഇനി ചിലപ്പം ഡിഗ്രി ലെവലിനൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും നോക്കി വെച്ചേക്കാം. 60 km/h ആണ് ആൻസർ. ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ 73. 1,11,11,111 ഗുണം 1,11,11,111. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഗുണനഫലത്തിലെ അക്കങ്ങളുടെ തുക. അപ്പോൾ ഇത് രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഗുണനഫലത്തിൽ എത്ര അക്കങ്ങൾ ഉണ്ടായിരിക്കും
അക്കങ്ങളുടെ തുക എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. 1 എത്ര വട്ടം എഴുതണം? 1 ഗുണം ഇതിൻ്റെ തുകയിലെ അക്കങ്ങളുടെ ഇതിൻ്റെ ഗുണനഫലത്തിൻ്റെ അക്കങ്ങളുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1 ഗുണം 1 1 അക്കങ്ങളുടെ തുക എത്രയാ? 1. 11 ഗുണം 11 ഗുണനഫലം എത്രയാണ്? 121. അക്കങ്ങളുടെ തുക 1 അധികം 2 അധികം 1 4. 111 ഗുണം 111. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഗുണനഫലം വരുന്നത്? ആദ്യം ഈ 1 ഇവിടെ അങ്ങ് എഴുതുക. അതിനുശേഷം 2 എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. 3 1 1 2 3. പിന്നീട് എന്ത് വേണം? ഇവിടെ നിന്നും അതേപോലെ എഴുതണം. 1 2 3 1 2 1 2 3 നടുക്കെഴുതുക. അപ്പുറവും ഇപ്പുറവും 1 2 എഴുതുക. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതാം. അപ്പോൾ ഇതിൻ്റെ ഗുണനഫലത്തിലെ അക്കങ്ങളുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് 1 ഗുണം 1 എത്രയാ? 1. 11 ഗുണം 1 അല്ല 11 ഗുണം 11 എത്ര സംഖ്യകളുണ്ട്? 2 എണ്ണമാണ് ഉള്ളത്. 1 2. അപ്പോൾ ഇപ്പുറത്തൊന്നും അതുപോലെ ഇങ്ങോട്ട് എഴുതുക. 2 നടുക്ക് ഇരിക്കുക. ബാക്കി അപ്പുറവും ഇപ്പുറവും എഴുതുക. 111 ഗുണം 111. അപ്പോൾ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 3 സംഖ്യയുണ്ട് അല്ലേ? അപ്പോൾ 3 എണ്ണം ഉള്ളപ്പം 1 2 3 3 നടുക്ക് വെച്ചിട്ട് അപ്പുറവും ഇപ്പുറവും 1 2 അങ്ങ് എഴുതുക. അപ്പോൾ 1111 ആണെങ്കിലോ 4 ഉണ്ട്. 4 ഇവിടെ എഴുതുക. 1 2 3 1 2 3 ഇതായിരിക്കും അതിൻ്റെ ഗുണനഫലം. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം ഉണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ എഴുതാം. 8 നടുക്ക് എഴുതുക. ബാക്കി 1 2 3 4 5 6 7 അതുപോലെ ഇപ്പുറത്തോട്ടും 1 2 3 4 5 6 7 ഇതായിരിക്കും അതിൻ്റെ ഗുണനഫലം. ഇനി ഈ സംഖ്യകളെല്ലാം കൂടെ കൂട്ടിയാൽ മതി. എത്ര കിട്ടും? ഇതെല്ലാം കൂടെ കൂട്ടുമ്പം 64 എന്ന ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നോക്കാം ആൻസർ ഉണ്ടോ എന്ന് നോക്കാം. നമുക്ക് ഉണ്ട്. ആൻസർ ഓപ്ഷൻ സി 64. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇതിപ്പോൾ 8 1 അപ്പോൾ 8 നടുക്ക് എഴുതിയിട്ട് ബാക്കി 1 2 3 4 5 6 7 എന്ന് ഇങ്ങോട്ട് എഴുതുക. അതുപോലെ ഇപ്പുറത്തുനിന്നും അതുപോലെ ഇങ്ങോട്ട് എഴുതുക. ഇപ്പുറത്തുനിന്നും അതുപോലെ 1 2 3 4 5 6 7 എന്ന് എഴുതുക. അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ ഗുണനഫലം. ഇതെല്ലാം കൂടെ കൂട്ടുന്നത് തുക. ഇത്രയേ ഉള്ളൂ. ആൻസർ ഓപ്ഷൻ സി 64. അടുത്ത ക്വസ്റ്റ്യൻ 74. ചുവടെ തന്നിരിക്കുന്നവയിൽ ഒരു പൂർണ്ണ വർഗസംഖ്യ. അപ്പോൾ ഇതിൽ ഒരു പൂർണ്ണ വർഗസംഖ്യ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ പൂർണ്ണ വർഗസംഖ്യ എങ്ങനെ കണ്ടുപിടിക്കാം? വർഗങ്ങളുടെ അഭാജ്യ ഘടകങ്ങളുടെ കൃത്യംഗങ്ങൾ ഇരട്ട സംഖ്യയായിരിക്കും. അപ്പോൾ ഈ വർഗങ്ങളുടെ അഭാജ്യ ഘടകങ്ങളുടെ കൃത്യംഗങ്ങൾ ഇരട്ട സംഖ്യയായിരിക്കും. ഇത് നോക്കാം. 9/5. 9 എന്ന് പറയുന്നത് അഭാജ്യ സംഖ്യയല്ല. അപ്പോൾ അത് നോക്കണ്ട. അടുത്ത് നോക്കാം. ബി നോക്കാം. ബിയിൽ 6 ഉണ്ട്. 6 അഭാജ്യ സംഖ്യയല്ല. അപ്പോൾ അതും വിട്ടുകളയാം. അടുത്തത് സി നോക്കാം. അപ്പോൾ സിയിൽ 7 5 8 3 കിടക്കുന്നത്. അപ്പോൾ 8നെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 2/3 എന്ന് എഴുതാം. 2/3 7 അല്ലേ? 7 8/7 ആണ് കിടക്കുന്നത്. 2/3 7 എന്ന് എഴുതാം.
അപ്പോൾ 7 3 21. അപ്പോൾ 2/21 ആവും. 21 എന്ന് പറയുന്നത് ഇരട്ട സംഖ്യ അല്ല. അപ്പോൾ അതും നോക്കണ്ട. ഇനി കിടക്കുന്നത് ലാസ്റ്റാണ്, ഡി ആണ് കിടക്കുന്നത്. അപ്പോൾ ഡിയിൽ നോക്കാം. ഡിയിൽ ഇവിടെ 4 നമുക്ക് അങ്ങോട്ട് മാറ്റാം. 4/3 എങ്ങനെ എഴുതാം? 2/2 എന്ന് എഴുതാം. അപ്പോൾ 2/23 6 എന്ന് കിട്ടി. 2/6 എന്ന് കിട്ടി. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? 2/6 ഗുണം 5/4 ഗുണം 3/6 ഗുണം 2/6. അപ്പോൾ ഇതെല്ലാം 2, 5, 3, 2 അഭാജ്യ സംഖ്യകളാണ്. അതിൻ്റെ കൃത്യംഗങ്ങൾ ഇരട്ട സംഖ്യകളാണ്. 6, 4, 6, 6. അപ്പോൾ ഏതാ ആൻസർ? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 75. ഒരു യോഗത്തിൽ പങ്കെടുത്തവരിൽ 65% പുരുഷന്മാരാണ്. പങ്കെടുത്ത സ്ത്രീകളുടെ എണ്ണം 105 ആയാൽ പുരുഷന്മാരുടെ എണ്ണം എത്ര? അപ്പോൾ ഒരു യോഗത്തിൽ 65% പുരുഷന്മാരാണ്. സ്ത്രീകളുടെ എണ്ണം എത്രയാണ്? 105. പുരുഷന്മാരുടെ എണ്ണം എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. പുരുഷന്മാർ 65%, സ്ത്രീകൾ 105 ആണ്. അപ്പോൾ 105. അപ്പോൾ പുരുഷന്മാർ 65% ആണെങ്കിൽ സ്ത്രീകൾ ബാക്കി എത്ര ശതമാനമായിരിക്കും? 100 - 65 35. അപ്പോൾ 35% സ്ത്രീകളാണുള്ളത്. എത്രയാ? 105. 35% എന്ന് പറയുന്നത് 105 ആണ്. അപ്പം ആകെ എത്ര പേര് ഉണ്ടായിരിക്കും? ആകെ അതിൽ നിന്നും നമുക്ക് ആകെ കണ്ടുപിടിക്കാമല്ലോ. ആകെ എണ്ണത്തിൻ്റെ 35% സ്ത്രീകൾ. 105 ഇവിടെ 35 × 100 എത്ര കിട്ടും? 300 പേരാണ് ആകെ ഉണ്ടായിരുന്നത്. അപ്പം ആകെ എണ്ണം കിട്ടി 300 എന്ന് കിട്ടി. സ്ത്രീകളുടെ എണ്ണം 105 എന്നും കിട്ടി. ഇനി അതിനകത്ത് നിന്ന് പുരുഷന്മാരുടെ എണ്ണം അങ്ങനെ കണ്ടുപിടിക്കാം. പുരുഷന്മാർ 300 - 105. ആകെയിൽ നിന്നും സ്ത്രീകളുടെ എണ്ണം കുറയ്ക്കുമ്പോൾ പുരുഷന്മാരുടെ എണ്ണം കിട്ടും 195. ആൻസർ ഉണ്ടോ എന്ന് നോക്കാം നമുക്ക്. ആൻസർ ഓപ്ഷൻ ഡി. 75ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 76. തുടർച്ചയായ 13 എണ്ണൽ സംഖ്യകളിൽ മധ്യത്തിലുള്ള സംഖ്യ 31 ആണ് എങ്കിൽ 13 സംഖ്യകളുടെ തുക എത്ര? തുടർച്ചയായിട്ടുള്ള 13 എണ്ണൽ സംഖ്യകളുണ്ട്. അതിലെ മധ്യത്തിലുള്ള സംഖ്യ എന്ന് പറയുന്നത് 31 ആണ്. അപ്പം മധ്യത്തിലുള്ള സംഖ്യ എന്ന് പറഞ്ഞാൽ ശരാശരി അല്ലേ? മധ്യത്തിലുള്ള സംഖ്യ എന്ന് പറഞ്ഞാൽ എന്ത് അർത്ഥമാക്കാം? ശരാശരി, ആവറേജ്. ശരാശരി എന്ന് പറയുന്നത് എന്താണ്? 31 ആണ്. ശരാശരി എന്ന് പറയുന്നത് 31 ആണ് എങ്കിൽ ആ 13 സംഖ്യകളുടെ തുക എത്ര? ഇങ്ങനെയാണ്. ശരാശരി തന്നിട്ടുണ്ട്, എണ്ണവും ഉണ്ടെങ്കിൽ എങ്ങനെയാണ് തുക കണ്ടുപിടിക്കുന്നത്? എണ്ണത്തിനെ ശരാശരി കൊണ്ട് ഗുണിച്ചാൽ മതി, തുക കിട്ടും. 31 × 13 ആൻസർ കിട്ടും 403 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി 403. അപ്പം ശരാശരിയും തന്നിട്ടുണ്ട്, എണ്ണവും തന്നിട്ടുണ്ടെങ്കിൽ തുക എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ശരാശരി ഗുണം എണ്ണം. ശരാശരി ഗുണം എണ്ണം. അപ്പം തുക കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. സമയം 1:20 ആകുമ്പോൾ സൂചികൾക്കിടയിലെ കോണളവ്. അപ്പോൾ 1:20 ആകുമ്പോൾ സൂചികൾക്കിടയിലുള്ള കോണളവ് എന്താണ്? അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത്? 30h - 11/2 m. 30h എന്ന് പറയുന്നത് അവറാണ്. 30 × 1 - 11/2 ×
20, 10, 30 മൈനസ് 110. അപ്പോൾ ഇവിടെ മൈനസ് ചിഹ്നം ഒന്നും നോക്കണ്ട, 110 നിന്ന് 30 അങ്ങ് കുറച്ചാൽ മതി, ആൻസർ കിട്ടും 80. ആൻസർ എത്ര കിട്ടും? 80 ഡിഗ്രി. ആൻസർ ഓപ്ഷൻ ബി 80 ഡിഗ്രി. അപ്പം ഇവിടെ സമയം ഒരു പൂർണ്ണ മണിക്കൂർ മാത്രമാണെങ്കിൽ, പൂർണ്ണ മണിക്കൂർ മാത്രമാണ് തന്നിരിക്കുന്നതെങ്കിൽ, അപ്പോൾ 2 മണി 3 മണി അങ്ങനെ മാത്രമാണ് തന്നിരിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് കോണളവ് എന്ന് കണ്ടുപിടിക്കുന്നത്? 30 ഗുണം മണിക്കൂർ, 30 ഗുണം മണിക്കൂറായിരിക്കും. അപ്പോൾ സമയം പൂർണ്ണ മണിക്കൂർ മാത്രമാണെങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 30 ഗുണം മണിക്കൂർ. അടുത്ത ക്വസ്റ്റ്യൻ 78. 2007 കലണ്ടർ വീണ്ടും ഉപയോഗിക്കാവുന്ന തൊട്ടടുത്ത വർഷം. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? തന്നിരിക്കുന്ന വർഷത്തെ 4 കൊണ്ട് ഹരിക്കുക. തന്നിരിക്കുന്ന വർഷത്തെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്നതെങ്കിൽ, ശിഷ്ടം 1 6 വർഷം കഴിയുമ്പോൾ ഉപയോഗിക്കാം. 1 ശിഷ്ടമെങ്കിൽ 6 വർഷം കഴിയുമ്പോൾ ആ കലണ്ടർ ഉപയോഗിക്കാം. ശിഷ്ടം 2 3 വരുന്നതെങ്കിൽ 11 വർഷം കഴിയുമ്പോൾ ഉപയോഗിക്കാം. ശിഷ്ടം 0 വരുന്നതെങ്കിൽ 28 വർഷം കഴിയുമ്പോൾ ഉപയോഗിക്കാം. അപ്പോൾ എന്താണ് തന്നിരിക്കുന്ന കലണ്ടർ 4 കൊണ്ട് ഹരിക്കുമ്പോൾ, തന്നിരിക്കുന്ന വർഷം അതായത് 2007, ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് 2007 ആണ്. 2007നെ 4 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 4 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര കിട്ടും? ശിഷ്ടം 2007നെ 4 കൊണ്ട് ഹരിക്കുക. 2007 4 കൊണ്ട് ഹരിക്കുമ്പോൾ 2007നെ 4 കൊണ്ട് ഹരിച്ചപ്പോൾ എത്ര കിട്ടി? ഇവിടെ ശിഷ്ടം 3 വന്നു. അപ്പോൾ 3 കിട്ടിയാൽ എത്ര വർഷം കഴിഞ്ഞാലാണ് ഇത് ആവർത്തിക്കുന്നത്? 11 വർഷം കഴിയുമ്പോഴാണ് ഇതേ കലണ്ടർ വരുന്നത്. അപ്പോൾ ഏതാ ആൻസർ ഇവിടെ വരുന്നത്? 2018 ആണ്. 2007 + 11 2018. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? തന്നിരിക്കുന്ന സംഖ്യയെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ, ഇപ്പോൾ 2000 വരുന്നതെങ്കിൽ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 0 ശിഷ്ടം വരുന്നത്. അങ്ങനെയാണെങ്കിൽ 28 വർഷം കഴിയുമ്പോഴാണ് അതേ കലണ്ടർ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 79. അടുത്ത പദം കണ്ടെത്തുക. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം ABCD അങ്ങ് എഴുതി വെക്കുക. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ABZ BCY CDX. ഇനി അടുത്ത എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം, ABC. ഇനി അടുത്ത എന്തായിരിക്കും ഇവിടെ വരുന്നത്? D ആയിരിക്കും. ഇവിടെ BCD E ആയിരിക്കും വരുന്നത് അല്ലേ. പിന്നീട് ഇവിടുന്ന് ഇങ്ങോട്ടാണ് വരുന്നത് XYZ. അപ്പോൾ അതിന് തൊട്ട് മുമ്പത്തുള്ളതായിരിക്കും ഇവിടെ വരുന്നത് W. DEW എന്നാണ് ആൻസർ വരുന്നത്. അപ്പോൾ ഇതിന് ചോദ്യത്തിൽ ഉണ്ടോ എന്ന് നോക്കാം നമുക്ക്. ആൻസർ 79 ആൻസർ ഓപ്ഷൻ എ DEW. ഇനി 80. ഒറ്റയാനെ കണ്ടെത്തുക. 331 482 551. ഇതിനകത്ത് നിന്ന് ഒറ്റയാനെ എങ്ങനെ കണ്ടെത്തുന്നത്? അപ്പോൾ ഇത് നോക്കുക. 331 ഈ അപ്പുറം ഇപ്പുറം ഉള്ള സംഖ്യയുടെ ഗുണനഫലമാണ് നടുക്ക് കാണിച്ചിരിക്കുന്നത് അല്ലേ. 3 ഗുണം 1 3, 4 ഗുണം 2 8 നടുക്കുണ്ട്, 5 ഗുണം 1 5 നടുക്കുണ്ട്, 2 ഗുണം 3 ഇതിൻ്റെ അപ്പുറം ഇപ്പുറം 2 ഗുണം 3 263ൻ്റെ 2 ഗുണം 3 6, 362ന് 3 ഗുണം 2 6, 383ന് 3 ഗുണം 3 9 വരുന്നത്. അപ്പോൾ ഇത് നടുക്ക് കറക്റ്റ് അല്ല. അടുത്ത് നോക്കാം. 284 4 ഗുണം 2 8 കറക്റ്റാണ്. അപ്പോൾ ഇത് മാത്രമാണ് ഇവിടെ വ്യത്യാസമായിട്ട് വരുന്നത്. അപ്പോൾ 383 ഇവിടെ ആൻസർ ഓപ്ഷൻ ബി.
അപ്പം ഇത്രയേ ഉള്ളൂ കണക്കിൻ്റെ സെക്ഷൻ. 81. The dessert was sweet, but the salad was dash. Answer option A, sour. 82. Complete suitably. The brighter the sun, dash. Answer option C, the warmer we feel. അപ്പോൾ എന്തുകൊണ്ടാണ് അത് വന്നത്? ദാ കഴിഞ്ഞിട്ട് ഒരു കമ്പാരിറ്റീവ് ഡിഗ്രി വന്നാൽ പിന്നീട് വരേണ്ടത് എന്തായിരിക്കണം? ദാ കഴിഞ്ഞ് ഒരു കമ്പാരിറ്റീവ് ഡിഗ്രി ആയിരിക്കണം വരേണ്ടത്. അപ്പോൾ അത് വരുന്നത് ഓപ്ഷൻ സി മാത്രമാണ്. 83. പാരി പാസു. ദിസ് ഫോറിൻ ടേംസ് മീൻസ്. ആൻസർ ഓപ്ഷൻ ഡി, അറ്റ് ആൻ ഈക്വൽ റേറ്റ്. അപ്പോൾ പാരി പാസു എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ് ആൻ ഈക്വൽ റേറ്റ് എന്നാണ്. 84. ഡോണ്ട് ക്വാറൽ വിത്ത് യുവർ ഫ്രണ്ട്സ്, ഡാഷ്. ആൻസർ ഓപ്ഷൻ ബി, വിൽ യു. അപ്പം എന്തുകൊണ്ടാണ് ഇവിടെ വിൽ യു ആൻസർ ആയിട്ട് വന്നത്? ഒരു സിമ്പിൾ ഇമ്പറേറ്റീവ് സെൻറ്റൻസ് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ടാഗ് എന്തായിരിക്കും? വിൽ യു ആയിരിക്കും. എന്താണ്? ഒരു സിമ്പിൾ ഇമ്പറേറ്റീവ് സെൻറ്റൻസ് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ടാഗ് വിൽ യു ആയിരിക്കും. ഡോണ്ട് ക്വാറൽ വിത്ത് യുവർ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണല്ലോ, അതുകൊണ്ടാണ് ആൻസർ വിൽ യു ആയിട്ട് വന്നത്. 85. വിച്ച് പാർട്ട് ഹാസ് ആൻ ഇറർ? ഓൾ ഈസ് വെൽ ദാറ്റ് ബിഗിൻസ് വെൽ. അപ്പോൾ ഇതിനകത്ത് ഏത് ഭാഗത്താണ് എറർ ഉള്ളത്? സി ആണ്. ഓപ്ഷൻ സി ആണ് എറർ ആയിട്ടുള്ള ഭാഗം. ബിഗിൻസ് വെൽ. ബിഗിൻസ് വെൽ എന്നല്ല വരേണ്ടത്, എൻസ് വെൽ എന്നാണ് വരേണ്ടത്. അടുത്ത 86. റിപ്പോർട്ട് ദ ഫോളോയിങ്. ഹീ സെഡ് ടു മീ, ക്യാൻ യു സബ്മിറ്റ് ദ പ്രോജക്റ്റ് ടുമാറോ? ആൻസർ ഓപ്ഷൻ എ ആണ്. ഹീ ആസ്ക്ഡ് മീ ഇഫ് ഐ കുഡ് സബ്മിറ്റ് ദ പ്രോജക്റ്റ് ദ നെക്സ്റ്റ് ഡേ. അപ്പോൾ എന്തുകൊണ്ടാണ് ഓപ്ഷൻ എ ആൻസർ ആയിട്ട് വന്നത്? ഇതൊരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ എസ് ഓർ നോ ക്വസ്റ്റ്യനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇഫ് അല്ലെങ്കിൽ വെദർ കണക്റ്റീവ് വെർബായിട്ട് ഉപയോഗിക്കാം, കണക്റ്റീവ് വേർഡായിട്ട് ഉപയോഗിക്കണം. പിന്നീട് എന്താണ്? സബ്ജക്റ്റ് എവിടെയാണ് വരേണ്ടത്? ഇഫ് കഴിഞ്ഞ ഉടനെ തന്നെയാണ് സബ്ജക്റ്റ് വരേണ്ടത്. അപ്പോൾ ഇഫ് കഴിഞ്ഞിട്ട് ഉടനെ സബ്ജക്റ്റ് വരണം. പിന്നീട് ക്യാൻ എന്തോ ആവും? കുഡാവും. അത് കഴിഞ്ഞ് സബ്മിറ്റ് ദ പ്രോജക്റ്റ് ടുമാറോ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡേ ആകും. 87. യൂസ് ദ മോഡൽ വെർബ്. വി ഡാഷ് ലീവ് ഇൻ എ സ്മാൾ ഹൗസ് ഡ്യൂറിങ് മൈ ചൈൽഡ്ഹുഡ് ഡേയ്സ്. ആൻസർ ഓപ്ഷൻ ഡി, യൂസ്ഡ് ടു. യൂസ്ഡ് ടുവിൻ്റെ അർത്ഥം പതിവായിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ 88. ദ മാൻ വാസ് കോട്ട് ഡാഷ് വെൻ ഹി വാസ് സ്റ്റീലിംഗ് ദ ഗോൾഡ്. ആൻസർ ഓപ്ഷൻ സി, റെഡ് ഹാൻഡഡ്. അപ്പോൾ റെഡ് ഹാൻഡഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കൈയോടെ പിടിക്കുക. 89. എ പേഴ്സൺ ഹു വർക്ക്സ് ഫോർ ദ വെൽഫെയർ ഓഫ് പീപ്പിൾ ഈസ് എ. ആൻസർ ഓപ്ഷൻ ബി, ഫിലാൻട്രോപ്പിസ്റ്റ്. എന്താണ്? മനുഷ്യസ്നേഹി എന്നാണ് ഫിലാൻട്രോപ്പിസ്റ്റിൻ്റെ അർത്ഥം. 90. ചേഞ്ച് ദ വോയിസ്. ഹി മെയ്ഡ് എ വെരി റിമാർക്കബിൾ ഡിസ്കവറി. ആൻസർ ഓപ്ഷൻ സി, എ വെരി റിമാർക്കബിൾ ഡിസ്കവറി വാസ് മെയ്ഡ് ബൈ ഹിം. അപ്പോൾ എന്താണ് ഓപ്ഷൻ സി ആൻസർ ആയിട്ട് വന്നത്? സെൻറ്റൻസ് എന്താണ്? ഒരു പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റ് സെൻറ്റൻസ് ആണ്. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് എങ്ങനെയാണ് പോസിറ്റീവ് വോയിസിലോട്ടാക്കുമ്പോൾ വരുന്നത്? ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഓഫ് വെർബ് പ്ലസ് ബൈ പ്ലസ് ഏജൻറ്റ്. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് വരുന്ന ഏത് മാത്രമേ ഉള്ളൂ? സി മാത്രമേ ഉള്ളൂ. 91. ശരിയായ പദങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന പദനിര ഏത്? ആൻസർ ഓപ്ഷൻ ഡി, ജനയിത്രി, കവയിത്രി, ഗ്രന്ഥകർത്തൃ. 92. താഴെ തന്നവയിൽ ശരിയായ വാക്യമേതെന്ന് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി, ഓരോ കുട്ടിയും 100 രൂപ കൊടുത്ത് ഈ 2 പുസ്തകം വാങ്ങി. 93. തേജസ്സിനെ സംബന്ധിക്കുന്നത് എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ഒറ്റപ്പദം. ആൻസർ ഓപ്ഷൻ സി, തൈജസം. 94. താഴെ തന്നവയിൽ രാത്രിയുടെ പര്യായമായി വരാത്ത ശബ്ദം. ആൻസർ ഓപ്ഷൻ ഡി, അടൽ. 95. ടു റിട്ടയർ ഫ്രം ദ ഫീൽഡ് എന്നതിൻ്റെ ശരിയായ പരിഭാഷ ഏത്? ആൻസർ ഓപ്ഷൻ എ, പ്രവർത്തന രംഗത്ത് നിന്നും പിന്മാറുക. 96.
ഉജ്ജ്വലം എന്ന പദത്തിൻ്റെ വിപരീത പദം. ആൻസർ ഓപ്ഷൻ സി, അലസം. 97. ഋഗ്വേദം എന്ന പദം പിരിച്ചെഴുതുക. ആൻസർ ഓപ്ഷൻ എ, ഋഗ് അധികം വേദം. 98. കവി എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം. ആൻസർ ഓപ്ഷൻ ബി, കവയിത്രി. 99. ജീവിതയാത്ര എന്ന പദം ഘടകപദമാക്കുമ്പോൾ. ആൻസർ ഓപ്ഷൻ സി, ജീവിതമാകുന്ന യാത്ര. 100. അക്കപ്പോര് വിളിക്കുക എന്ന ശൈലിക്ക് അർത്ഥം. ആൻസർ ഓപ്ഷൻ സി, ഉപദ്രവമുണ്ടാക്കി വയ്ക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ.